ആഗോള അയ്യപ്പ സംഗമത്തിന് സജ്ജമായി പമ്പാതീരം. അവസാനഘട്ട തയ്യാറെടുപ്പാണ് പമ്പയിലൂടെയും. 25 രാജ്യങ്ങളിൽ നിന്നായി വിദേശികൾ ഉൾപ്പെടെ 3500 പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. പമ്പ മണപ്പുറത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് ദോഷം വരാതെ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ നദിക്കര ഏതാണ്ട് പൂർണ്ണമായി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ സമഗ്ര ചരിത്രം വിവരിക്കുന്ന ഒരു പ്രത്യേക പവലിയനാണ്. 2000 ചതുരശ്ര അടി വലിപ്പമുള്ളതാണ് ഈ പവലിയൻ. ഇവിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള ആചാരങ്ങളും ആ ക്ഷേത്രങ്ങളുടെ വിശദാംശങ്ങളും ഒക്കെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിനിധികൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റി ഒരു സമഗ്ര വിവരം തന്നെ അല്ലെങ്കിൽ ഒരു സമഗ്ര ചിത്രം തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഈ പവലിയൻ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം മനോഹരമായ കടുവയുടെയും സിംഹത്തിൻ്റെയും ഒക്കെ മനോഹരമായ ശില്പങ്ങളും ഇവിടെ തീർത്തിട്ടുണ്ട്. നമുക്കറിയാം പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അതുകൊണ്ട് തന്നെ കടുവ ശില്പത്തിനും കടുവയുടെ ചിത്രങ്ങൾക്കുമൊക്കെ ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഈ പവലിയൻ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതായാലും അയ്യപ്പ ഭക്തർക്ക് അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ പവലിയനിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ 25 രാജ്യങ്ങളിലായി വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ എത്തുമ്പോൾ അവർക്ക് എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ എന്താണ് ശബരിമല എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഈ കടുവ ശില്പത്തിന് മുന്നിൽ നിന്ന് ചിത്രമെടുക്കുന്ന ഒരു ചേച്ചിയുണ്ട്. നമുക്ക് ആ അയ്യപ്പ സംഗമത്തെ പറ്റി അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, നാളെ ഇവിടെ സംഗമം തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അയ്യപ്പ സംഗമത്തെ നോക്കി കാണുന്നത്? ഞങ്ങൾ വളരെ ഭക്തിയോടും വളരെ സന്തോഷത്തോടും കൂടി ഇതൊക്കെ വന്ന് സംബന്ധിക്കാൻ പറ്റി. ഞങ്ങളുടെ വർക്കിന് വന്നാണ്, ക്ലീനിങ് വർക്കിന് വന്ന. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രത്യേക പവലിയനൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഇതിനു മുമ്പിൽ നിന്ന് ചിത്രമൊക്കെ എടുക്കുകയാണല്ലോ. അയ്യപ്പൻ്റെ വാഹനമാണ്. അതെ അതെ. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ചേച്ചി, എത്ര പേരോളം വന്നു? ഞങ്ങൾ 21 പേരുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷവും. ഇവിടെ വന്നപ്പം വളരെ ആരോഗ്യവും ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. വളരെ ഉത്സാഹത്തോടെ വർക്ക് ചെയ്ത് അയ്യപ്പ സന്നിധിയിൽ ഇപ്പം ഞങ്ങൾ അടുത്ത മാസം അപ്പുറത്ത് ശബരിമല പമ്പയെ വൃത്തിയായി സൂക്ഷിക്കുന്ന ആളുകളാണല്ലേ? അതെ അതെ അതെ, ഞങ്ങൾക്ക് അതിനോട് നല്ല താല്പര്യമാണ്. ഈ അയ്യപ്പ സംഗമത്തിനെത്തുന്ന ആളുകൾ നമ്മുടെ ഈ പമ്പയെ കണ്ട് അല്ലെങ്കിൽ പമ്പാ നദിയുടെ വൃത്തി കണ്ട് പമ്പാ നദിക്കരയുടെ വൃത്തി കാണുന്നത് നിങ്ങളാണ് അതിൻ്റെയൊക്കെ കാരണക്കാരൻ. അതെ, ഞങ്ങൾക്ക് മനസ്സ് സംതൃപ്തിയാണ്. അത് കാണുകയും എല്ലാവരെയും കാണുകയും ഭഗവാനെ കാണുകയും എല്ലാം ശരിയാക്കി എടുക്കുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ആത്മാർത്ഥതയുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 3500 ആളുകളാണ് വിദേശത്തു നിന്നുൾപ്പെടെ പമ്പ തീരത്തേക്ക് എത്തിച്ചേരുക. അതിന്റെ ഒരുക്കങ്ങൾ എല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.